10 മണിയായി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പോലീസ് വരും. പിന്നെ പെരിന്തൽമണ്ണയിൽ സംഭവിച്ചതുപോലെ സംഘാടകർക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കുറച്ച് ഒരുങ്ങിയ വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? 9 കൊല്ലക്കാലം പിണറായി വിജയൻ എന്റെ തന്തയെ പോലെയാണെന്ന് പറഞ്ഞിരുന്ന ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആണല്ലോ. എങ്ങനെ മൂപ്പര് പറയാണ് UDF അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ മൂപ്പർക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം, ഇനി അതല്ലെങ്കിൽ വനം വകുപ്പ് കിട്ടണം. ഏതുപോലെ നമ്മുടെ സലീം കുമാർ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അല്ലെ, സലീം കുമാറിന്റെ സിനിമ ഉണ്ടല്ലോ, മൂപ്പര് MLA ആയിട്ട് ജയിച്ചു വന്നപ്പോ പറയുന്നത് ആഭ്യന്തര വകുപ്പ് വേണം, അത് തരാൻ പറ്റില്ല എന്ന വനംവകുപ്പെങ്കിലും വേണം. ഈ മൊയന്തിനെ എങ്ങനെ ഞങ്ങൾ 9.5 കൊല്ലം സഹിച്ചെന്നാണ് എനിക്ക് നിലമ്പൂരുകാരോട് ചോദിക്കാനുള്ളത്. 23-ാം തീയതി കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിരിവിട്ടിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുവിട്ടൊന്ന് ചികിത്സിപ്പിക്കണം എന്ന് മാത്രമേ നിലമ്പൂരുകാരുടെ വിനീതമായിട്ട് പറയാനുള്ളൂ. ചികിത്സിപ്പിക്കണം. ചികിത്സ വേണ്ട അസുഖമാണ്, നെല്ലിക്കാത്തളം വെക്കേണ്ട അസുഖമാണ്. ഞാൻ അത്രയും പറയുന്നത്. ഇവിടെ പോരാട്ടം നടക്കുന്നത് LDF UDF പോരാട്ടം. 9-9.5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ UDF നടത്തുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി 9.5 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളോട് പ്രതികാരം ചോദിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിലമ്പൂരിലെ വോട്ടർമാരിൽ വന്നു ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 19-ാം തീയതി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ്, കേരളത്തിലെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ്, കേരളത്തിലെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളോട് മല്ലടിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കഴിയേണ്ടി വരുന്ന ലക്ഷാവധി മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങളും അവരിലൊരാളാണ്. ഈ വൈകിയ വേളയിൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്. കുട്ടികളെ എടുത്ത് പരിപാടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്. മലയോര മേഖലയാണ്, വന്യമേഖലയാണ്. ഏത് നിമിഷവും കാട്ടുപുലിയും കടുവയും കാട്ടാനയും ഒക്കെ വന്ന് തങ്ങളുടെ ജീവനെടുക്കാമെന്നുള്ള ഭയത്തോടുകൂടി കേരളത്തിന്റെ മലയോര മേഖലയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ല, അവരുടെ കൃഷിയിടങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ നിലമ്പൂരിൽ ഇറങ്ങുന്ന കടുവയോ പുലിയോ ആ ക്ലിഫ് ഹൗസിലൊന്നും ഇറങ്ങിയിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടു പോയാന്. ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് പറയുമ്പോ ഇത് ചില തമാശകൾ ക്രൂരമായ തമാശകളാണ് അല്ലേ? ഇതൊരു ക്രൂരമായ തമാശയാണ്, ചില ഫലിതങ്ങൾ. പക്ഷെ നിങ്ങൾക്കിത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, ജീവിതാനുഭവങ്ങളാണ്, പൊള്ളുന്ന ജീവിതാനുഭവങ്ങളാണ്. പക്ഷെ പറഞ്ഞു നിങ്ങൾക്കും ഇതൊരു തമാശയായി പോയി അല്ലെ? മനുഷ്യരുടെ ജീവൻ, ഒരു പാവപ്പെട്ട കുട്ടി, 15 വയസ്സുള്ള ഒരു കുട്ടി, അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവൻ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഷോക്കേറ്റ് നഷ്ടപ്പെട്ടത്. പന്നിയെ പിടിക്കാൻ വേണ്ടി ആരോ ഒരുക്കിയ കെണിയിൽപ്പെട്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ നമ്മൾ കേട്ടു, ക്രൂരമായ ഒരു ഫലിതം എന്നല്ല പറയേണ്ടത്, വൃത്തികെട്ട ഒരു ഫലിതം നമ്മൾ കേട്ടു. ആരാ പറഞ്ഞത്? കേരളത്തിന്റെ വനം മന്ത്രിയാ പറഞ്ഞത്. കേരളത്തിന്റെ വനം മന്ത്രി എന്താ പറഞ്ഞത്? നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് എന്നാണ് ആ ഏഭ്യൻ ഇവിടെ നിന്ന് പറഞ്ഞത് അല്ലേ? അയാളെ ഏറ്റവും മാന്യമായ സംസ്കൃതീകരിച്ച ഭാഷയിൽ വിളിക്കാൻ പറ്റുന്നത് ഏഭ്യൻ എന്നാണ്. എന്റെ ശരിയായ ഭാഷയിലാണെങ്കിൽ ഞാൻ വിളിക്കുന്നത് എരപ്പൻ എന്നാണ്. അത് ഞാൻ ഇപ്പൊ വിളിക്കുന്നില്ല, അത് ഞാനിപ്പോ പറയില്ല. തെരഞ്ഞെടുപ്പല്ലേ, ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടാവും അല്ലേ ഭാഷാപ്രയോഗത്തിന്. പ്രിയപ്പെട്ട അജാതി ഊളത്തരം പറയുന്ന ഒരുത്തൻ നിലമ്പൂരിലെ ജനങ്ങളെ മുഴുവൻ അവഹേളിച്ചില്ലേ? 15 വയസ്സുള്ള കുട്ടിയുടെ ഒരു മരണം, ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന നൃശംസത ഈ ഇടതുപക്ഷക്കാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ? ആ വനം മന്ത്രിയുടെ വാക്കുകളെ അതിനെ ആട്രിബ്യൂട്ട് ചെയ്താരാണ്? അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് സംസാരിച്ചതാരാണ്? അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് സംസാരിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ. രണ്ടും കഥയില്ലാത്ത ഇനങ്ങളാന്ന് നമുക്കറിയാം. കോട്ടനാട്ടിൽ നിന്ന് എറണാകുളത്ത് പോയിട്ട് അപ്പം വിറ്റുകൊണ്ട് വരാമെന്നാണ് മെട്രോനെ കുറിച്ചിട്ട് മൂപ്പരല്ല സിൽവർ ലൈനിനെ കുറിച്ചിട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞു. അത് അജാതി സാധനങ്ങളാണ് ആ പാർട്ടിയിൽ മുഴുവനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയാം, ഒരു ചെറുപ്പക്കാരന്റെ മരണം പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ കാണിച്ച ആ ദുഷ്ടതയ്ക്കെതിരായി, ആ നിശംസതയ്ക്കെതിരായിട്ട്, ആ തെമ്മാടിത്തരത്തിനെതിരായിട്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം 19-ാം തീയതി രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പിണറായി സർക്കാരിനോട് പ്രതികാരം ചെയ്യാനുണ്ട്. എന്തൊക്കെയാ? അധികാരത്തിലെത്തുമ്പോ എന്താ പറഞ്ഞിരുന്നത്? ഒരു സാധനത്തിനും വില കൂടില്ല എന്നല്ല പറഞ്ഞത്. ഒരു ദേശാമനിൽ വെണ്ടയ്ക്ക അച്ചടിച്ച് വന്നിരുന്നില്ല. LDF അധികാരത്തിൽ വന്നാൽ വില കൂടില്ല, അങ്ങനല്ലേ അച്ചടിച്ച് വെച്ചിരുന്നത്? ഈ 5 വർഷം വില കൂടാത്തതായിട്ട്, വില കുറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ആ പിണറായി വിജയൻ മാത്രമല്ലേ?
ബാക്കി എല്ലാത്തിനും വില കൂടിയിട്ടില്ലേ? പാലിന് വില കൂടിയില്ലേ? വെള്ളത്തിന്റെ ചാർജ് കൂടിയില്ലേ? കറണ്ട് ചാർജ് എത്ര കൂടി? ഒരൊറ്റ ഉത്തരവിൽ 2 തവണ കറണ്ട് ചാർജ് കൂട്ടി ആദ്യത്തെ സർക്കാരാണ് പിണറായി സർക്കാർ. ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരൊറ്റ ഉത്തരവിൽ 2 തവണയാ ചാർജ് കൂട്ടിയിട്ടുള്ളത്. കറണ്ട് ചാർജ് ഷോക്കടിപ്പിക്കുന്ന കറണ്ട് ചാർജാണ്. മരുമകൻ ഇപ്പൊ പഴയതുപോലെ തള്ളുന്നില്ല. റീൽസൊക്കെ കുറവാണ്. മറ്റേത് ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ ഒരു റീൽസ്, ഉച്ചയ്ക്കൊരു റീൽസ്, വൈകുന്നേരം റീൽസ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ റീൽസിൽ മാത്രം ഈ മാന്യൻ 398 ഷർട്ടുകൾ, പുതിയ ഷർട്ടുകൾ ധരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് പുറത്തു വന്നത്. ഗിന്നസ് റെക്കോർഡായിരിക്കും. മമ്മൂട്ടിക്ക് പോലും ഇത്രയും ഷർട്ടില്ല ഇല്ലേ? നമ്മൾ കണ്ട ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ മമ്മൂക്കയാണ്. മമ്മൂക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആള്. മൂപ്പരാണ് ഏറ്റവും കൂടുതൽ ഷർട്ടും ഡ്രസ്സൊക്കെ ധരിക്കുന്നയാൾ. മൂപ്പര് സിനിമ നടനാ. പക്ഷേ നമ്മുടെ മരുമകന് 398 ഷർട്ട് ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചത്. അത്രയും ഷർട്ട് ഇട്ടിട്ടാണ് റീൽസ്. കേരളം സമസ്ത മേഖലകളിലും പുറകോട്ട് പോയ ഇതുപോലൊരു കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഷഹനാസ് സൂചിപ്പിച്ചു ലഹരിയുടെ കാര്യം അല്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് മുമ്പ് കേരളത്തിൽ എത്ര ബാറാളത്? 200 ബാറാളത്. നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചി, KPSC ലളിത ചേച്ചി, നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? KPSC ലളിത ചേച്ചി ഇന്നസെന്റ് ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ആ സ്ക്രീനിലെ അവരുടെ ഒരു കോംബോ കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഈ 2 മഹാഭാഗങ്ങളെ കൊണ്ട് LDF ഒരു പരസ്യം ചെയ്യിപ്പിച്ചിരുന്നു. എന്താ പരസ്യത്തിൽ പറഞ്ഞത്? LDF അധികാരത്തിൽ വരുമ്പോ ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ്. അല്ലേ? എത്ര സ്കൂളുകൾ തുറന്നു? നിങ്ങൾ സ്കൂളും തുറന്നില്ല. മറിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് മുമ്പ് 200 ബാറുണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ 1000-ലധികം ബാറുകളുണ്ട്. 800-ലധികം ബാറുകളാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചത്. 800-ലധികം ബാറുകൾ. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP, വടകരയുടെ ജനനായകൻ, കേരളത്തിന്റെ ജനനായകൻ ഇതാ ഇങ്ങോട്ട് കടന്നു വരികയാണ്. കേരളത്തിന്റെ സമാരാധനായിട്ടുള്ള ജനനായകൻ, യുവജനനായകൻ, വടകരയിൽ CPM-നെ മുട്ടുകുത്തിച്ച പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, എന്റെ പ്രിയപ്പെട്ട പാലക്കാടിന്റെ ഷാഫി പറമ്പിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്, ജയ് UDF. അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അതെ, ഞാൻ ഒരു കാര്യം പറയാണ്. നിങ്ങൾക്ക് അത് ഇത്ര നേരം വയ്യേ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു? എപ്പോ എത്തിയതാ? 7 മണിക്ക്. ഇപ്പോ 8 മണി ആവുന്നേ ഉള്ളൂ അല്ലേ? ഞാൻ പ്രസംഗത്തിന് 1 മുതൽ ഇവരെന്താ കാര്യം അറിയോ? പിന്നെ 4 മണിക്ക് ചുള്ളിയോട് ആര്യാടൻകുന്നില്ലേ അവിടെ പരിപാടി വെച്ചു. 5 മണിക്ക് TK കോളനി പരിപാടി വെച്ചു. 7 മണിക്ക് മറ്റേ എന്താണ് VKS ഓഡിറ്റോറിയം എവിടെയത്? വേങ്ങാപ്പരുതയിൽ പരിപാടി. അത് കഴിഞ്ഞിട്ട് എന്നെ മറ്റേ അങ്ങാടി കൊണ്ടുപോയത് എവിടെയാ? അല്ല, അതിന്റെ മുമ്പ് ഒരു അങ്ങാടിയിൽ ഇറക്കില്ലേ? പൊട്ടിക്കല്ല്. അതിന്റെ മുമ്പ് അങ്ങോട്ട് പോകുമ്പോ വേങ്ങാപ്പരുത അങ്ങാടിയിൽ മുഴുവൻ കയറ്റി ചായ മേടിച്ചു തരാറിട്ടാണ് ഇറക്കണം. എന്നിട്ട് അവിടെ എല്ലാ കടയിലും കയറ്റിട്ടേ വിടുന്നുള്ളൂ. കാരം ബോർഡും കളിപ്പിച്ചു. നമ്മൾ ജയിച്ചുട്ടോ അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് എവിടെ പോയി? കാക്കപ്പോയില്ല. അത് കഴിഞ്ഞ് കോഴിശ്ശേരിക്കുന്ന്. അത് കഴിഞ്ഞ് മാമ്പോയിൽ. എന്നിട്ട് ഇപ്പൊ ഇവിടെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പോണ വഴിക്കൊക്കെ അവിടെയും ഇവിടെയും കയറാനും പറയാം, അവിടെയൊക്കെ കയറും. പക്ഷെ ഇതൊക്കെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്, അഭിമാനത്തോടെയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ വീണ്ടെടുക്കുമെന്നുള്ളത് നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്, നിങ്ങളുടെ ആവേശം പറയുന്നുണ്ട്. ഇല്ലേ? ആ ചേച്ചി കൈയടിച്ചാണ് നിങ്ങൾ. അത് സത്യസന്ധമായ ഉള്ളിൽ തട്ടിയ ഇതിന്റെ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ 6-7 മാസത്തെ MLA കണ്ടെത്താൻ മാത്രമുള്ള തെരഞ്ഞെടുപ്പ് അല്ല. ഇത് കേരളത്തെ പിണറായി വിജയനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു കാരണവശാലും നല്ല വോട്ടിന്റെ ജയമല്ലാതെ മറിച്ചൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം. അതിനിപ്പോ കേരളത്തിന് എന്താ നിർബന്ധം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ആര് ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചേ? ചാണ്ടി ഉമ്മൻ ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾക്ക് പാലക്കാട് വോട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? നിങ്ങൾക്ക് പുതുപ്പള്ളിയിൽ വോട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? വടകരയിൽ ആര് ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച്? എന്നിട്ട് അയാൾ ജയിച്ചോ? നിങ്ങൾക്ക് വടകരയിൽ വോട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ?
നിങ്ങൾ ആഗ്രഹിച്ചത് ആ ജനത നടപ്പിലാക്കിയില്ലേ? അതുപോലെ കേരളം മൊത്തം ആഗ്രഹിക്കുന്നു. തൃക്കാക്കര ആഗ്രഹിക്കുന്നു, പുതുപ്പള്ളി ആഗ്രഹിക്കുന്നു, പാലക്കാട് ആഗ്രഹിക്കുന്നു, വടകര ആഗ്രഹിക്കുന്നു, കാസർഗോഡ് ആഗ്രഹിക്കുന്നു, തിരുവനന്തപുരം ആഗ്രഹിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് കേരളത്തിന്റെ നിയമസഭയിൽ എത്തണമെന്നുള്ളത് വേണ്ട. ചേച്ചി എഴുന്നേറ്റ് നോയിടിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണത്. അത് നിങ്ങൾ നടപ്പിലാക്കി തരണം. നടപ്പിലാക്കി തരുമോ? ഉറപ്പാണ്. അപ്പൊ ഇനി ഇവിടെ വേറെ വലിയ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നതല്ല, നിങ്ങൾ വോട്ട് ചോദിക്കണേ എന്ന് പറയാൻ വന്നതാ. ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ വോട്ട് ചെയ്യുന്നവരാ, പക്ഷെ വോട്ട് ചോദിക്കുന്നവരാവില്ല. ഇത്തവണ നിങ്ങൾ ചോദിക്കണം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ വോട്ട് ചെയ്യാറുണ്ട് അല്ലെ? നിങ്ങളൊക്കെ വോട്ട് ചെയ്യാറുണ്ട്, പക്ഷെ നിങ്ങൾ വോട്ട് ചോദിക്കാറില്ല. പക്ഷെ ഇത്തവണ നിങ്ങൾ ചോദിക്കണം. കേരളത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. എന്താ കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ ദൂരം നിന്നൊന്നും പറയണ്ട. ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും വരും. ഇപ്പൊ തൊട്ടടുത്ത ദിവസമാണ് 15 വയസ്സുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചത്. അങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കും എന്ന് പറയേണ്ടതിന് പകരം ഒരു മന്ത്രി മാധ്യമങ്ങളോട് പറയും അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന്. 15 വയസ്സായ ഒരു കുട്ടിയുടെ മരണത്തിലോ ഉണ്ടോ ഗൂഢാലോചന? ആ അഹങ്കാരത്തിന് നിലമ്പൂര് കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പാവപ്പെട്ട ആശാവർക്കർമാര് തലമുണ്ടനം ചെയ്ത് മുടിവരെ കളഞ്ഞിട്ട് അവർ കരഞ്ഞ് നിലത്ത് മുട്ടിലഴിഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിച്ചിട്ട് ഒരു 10 പൈസ അവർക്ക് കൂടുതൽ കൊടുക്കില്ല, എന്നാൽ അവരുടെ ആഘോഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാം എന്ന് പറയുന്ന PR വർക്കിന് കോടികൾ ചെലവഴിക്കാം എന്ന് പറയുന്നവരുടെ ധിക്കാരത്തിന് കൊടുക്കുന്ന മറുപടി ആയിരിക്കണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ അമരമ്പലത്തേക്ക് എത്ര ദൂരം എടുക്കുന്ന കിലോമീറ്റർ നോക്കിയാൽ ചിലപ്പം 10 12 എത്ര കിലോമീറ്റർ? 14 കിലോമീറ്റർ. ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തണ്ട, ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തണ്ട, ഒരു 22 മിനിറ്റ് കൊണ്ട് എത്തണ്ട, അരമണിക്കൂറിന്റെ താഴെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോഴൊക്കെ എത്തുവോ? 3/4 മണിക്കൂറും കടന്നിട്ട് വരി 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 നിന്ന് കാത്ത് വരണം. എന്നിട്ട് ഇവിടെ അവരുടെ തന്നെ അനൗൺസ്മെന്റ് പറയാ 9 വർഷമായിട്ട് ഇവിടെ ബൈപ്പാസ് വരുന്നില്ല, 9 വർഷമായിട്ട് ഇവിടെ ഗവൺമെന്റ് കോളേജിന് സ്ഥലമില്ല, കെട്ടിടമില്ല, KSRTCക്ക് സ്റ്റാൻഡില്ല, ആശുപത്രി നന്നാവുന്നില്ല. 9 വർഷത്തെ കടം നിലമ്പൂർക്കാർ ഇത്തവണ വീട്ടും. ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ തിരിച്ചു വരില്ലേ? അതൊരു വിശ്വാസമാണ്. ജനങ്ങൾ മൊത്തം വിശ്വസിക്കുക. നിങ്ങൾ ഈ വോട്ട് ജനങ്ങളോട്, നിങ്ങളെ വേണ്ടപ്പെട്ടവരോട് പറയണം. 9:57 പ്രസംഗം നിർത്താനായി. നിങ്ങളുടെ ഈ വോട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ പറയണം. അത് വേറെ ഒരു ചിഹ്നത്തിൽ കൊടുത്താലും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധമാവില്ല. ധാർഷ്ട്യമുള്ള ഗവൺമെന്റ് പരാജയപ്പെടണമെങ്കിൽ അതിനൊരു ചിഹ്നമേ ഉള്ളൂ. നിലമ്പൂരിന്റെ മണ്ണിൽ ജയിക്കാൻ പോകുന്ന ചിഹ്നം അത് കൈപ്പത്തി ചിഹ്നമാണ് എന്നുള്ളത് നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയണം. ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടും കാര്യമില്ല, ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടും കാര്യമില്ല, ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അതേ ജയിക്കുള്ളൂ. അത് നിങ്ങളൊന്ന് ഉറപ്പ് തന്നാൽ ഞാൻ സമാധാനമായിട്ട് എനിക്ക് പോയിക്കോളാം. നിങ്ങൾ ഉറപ്പ് തരുമോ? ഒന്ന് കൈയടിച്ച് പാസ്സാക്കി തരുമോ? ഒന്ന് ഉറപ്പിച്ച് കൈയടിച്ച് പാസ്സാക്കി തരുമോ? ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു, ഈ കയ്യടി എന്താന്ന് ചോദിച്ചാ, വാര്യരെ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, എന്താടോ വാര്യരെ നന്നാവാത്ത? ഈ വാര്യർ നന്നായി നമ്മുടെ കൂടെ വന്നു. ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തിരിച്ചറിഞ്ഞ് UDF എന്ന സംവിധാനം, കോൺഗ്രസ് എന്ന സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടതിന്റെയും വളരേണ്ടതിന്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളല്ല, അതിന്റെ അതിരുകളെ മറികടന്ന് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ ആശയപരമായി കടന്നു വരുന്നത് എന്ന് പ്രഖ്യാപിച്ച് സന്ദീപ് വാര്യർ നമ്മുടെ കൂടെ വന്നു. ഇതൊരു കുടുംബമാണ്. അങ്ങനെ അനേക ആളുകൾ നമ്മുടെ കടന്നു വരാൻ ആഗ്രഹിക്കുക, നാടിന്റെ വളർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്, നിങ്ങളുടെ അടുത്താ കാര്യങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ നോയിക്കോണം. ബാക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാം, പ്രവർത്തിക്കാം, വോട്ട് ചെയ്യാൻ ആർക്കാ പറ്റുക? അപ്പൊ നിങ്ങൾ നോക്കിക്കോളല്ലോ. ബാക്കി സമയം 10 അപ്പൊ ഞാൻ മെല്ലെ നിർത്തുകയാണ്. ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ, അഭിവാദ്യങ്ങൾ നേരുന്നു. നല്ല വോട്ടിന് നിങ്ങൾ ജയിപ്പിക്കണം. അയാൾ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു,
മികച്ച മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അയാൾക്കൊരു അവസരം കൊടുത്താൽ അയാൾ കേരളത്തിലെ മികച്ച MLA-മാരിൽ ഒരാളായിട്ട് അയാൾ മാറും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അയാൾ ജയിച്ചപ്പോഴും തോറ്റപ്പോഴും അയാൾ നിലമ്പൂരുണ്ടായിരുന്നു. അയാളുടെ ജില്ലയും താലൂക്കും സംസ്ഥാനവും ഒക്കെ നിലമ്പൂരാണ്. ഇവിടെ കടന്ന് വളർന്ന ഒരാളാണ്, ഇവിടെ ജീവിക്കുന്ന ഒരാളാണ്. ജന്മഭൂമി മാത്രമല്ല, അയാൾ കർമ്മവും നിലമ്പൂരിന്റെ മണ്ണിലാണ്. ഇവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ അവിടെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയ മുഖങ്ങളിൽ ഒരു കാര്യം നിലമ്പൂരിന് ഉറപ്പാണ്. കുഞ്ഞാക്കയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു, ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് UDF.